അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് അയച്ച മുഴുവൻ പ്രവാചകന്മാർക്കും ഒരുപാട് വസിയത്തുകൾ നൽകിയതായി വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധ്യമാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികൾക്കും ധാരാളം വസിയത്തുകൾ നൽകിയതും നമുക്ക് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. അതേപോലെ തന്നെ റസൂലിന്റെ സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് വസിയത്തിനെ ചോദിച്ചതും നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. കാരണം വസിയത്ത് എന്നുള്ളത് അത്രമേൽ വിലപ്പെട്ടതും അനിവാര്യമായതുമായ ഒരു കാര്യമാണ്. എങ്കിൽ എന്താണ് വസിയത്ത്? സാധാരണ നമ്മളൊക്കെ കേട്ട് പരിചയമുള്ള ഒരു പദമാണ് വസിയത്ത് എന്നുള്ളത്. അതിനെ ഒന്നുകൂടി മലയാളീകരിച്ച് വസിയത്ത് എന്നൊക്കെ നമ്മുടെ നാടുകളിൽ പറയാറുണ്ട്. ശറഇൽ സാങ്കേതികമായി ഒരു വ്യക്തി തൻ്റെ മരണത്തിന് മുമ്പ് തൻ്റെ സ്വത്തിൽ നിന്ന് അനന്തരാവകാശികളല്ലാത്ത ആളുകൾക്ക് നൽകാൻ വേണ്ടി നിശ്ചയിക്കുന്ന, മരണത്തിന് മുമ്പേ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾക്കാണ് വസിയത്ത് എന്ന് സാധാരണ ശറഇൽ മതനിയമം അനുസരിച്ചുകൊണ്ട് പറയുക. അനന്തരാവകാശികളായ ആളുകൾക്ക് ഒരിക്കലും വസിയത്ത് എഴുതി വെക്കാൻ വേണ്ടി പാടില്ല. എൻ്റെ മകന്, മൂത്ത മകൻ ഇത്ര, എൻ്റെ മകൾക്ക് ഇത്ര, എൻ്റെ ഭാര്യയ്ക്ക് ഇത്ര എന്ന രൂപത്തിൽ എഴുതി വെക്കുന്നത് ഇസ്ലാമികമായി തെറ്റാണ്, ഹറാമാണ്. കാരണം അനന്തരാവകാശികൾക്ക് ലഭിക്കേണ്ടത് എത്രയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ കൃത്യമായി നമുക്ക് പറഞ്ഞു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അനന്തരാവകാശികൾക്ക് നമ്മൾക്ക് ഇഷ്ടമുള്ളതുപോലെ നമ്മൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ നിയമത്തെ വെല്ലുവിളിക്കലാണ്, അള്ളാഹുവിനോട് യുദ്ധം പ്രഖ്യാപിക്കലാണ്. അതുകൊണ്ട് അത് ശരിയല്ല. എന്നാൽ അനന്തരാവകാശികളല്ലാത്ത ആളുകൾക്ക്, അത് പള്ളികൾക്കാകാം, മതസ്ഥാപനങ്ങൾക്കാകാം, അതല്ലെങ്കിൽ വ്യക്തികൾക്കാകാം, ആർക്കുമാകാം, അവർക്ക് സമ്പത്തിൽ നിന്നും ഒരു നിശ്ചിത ഓഹരി പരമാവധി 1/3 മാത്രമാണ് നൽകാൻ പാടുള്ളത്. അതിനാണ് വസിയത്ത് എന്ന് സാങ്കേതികമായി പറയുക. എന്നാൽ പൊതുവെ വസിയത്ത് എന്ന് പറഞ്ഞാൽ ആ പദത്തിന്റെ ഉദ്ദേശം, ആ വാക്കിന്റെ അർത്ഥം ഉപദേശം എന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികൾക്ക് നൽകിയതും സഹാബികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ചോദിച്ചതും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പ്രവാചകന്മാർക്ക് നൽകിയതായി പഠിപ്പിച്ചതും ഈ വസിയത്താണ്. ഇതാണ് അവരൊക്കെ, പ്രവാചകന്റെ സഹാബികളൊക്കെ റസൂലിനോട് കാര്യമായി പോയി ചോദിച്ചത്. കാരണം വസിയത്ത്, ഉപദേശം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് നന്നാകാനുള്ള നിർദ്ദേശങ്ങളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നന്നാകണം, എനിക്ക് കുറെ ഗുണങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി മറ്റുള്ള ആളുകളോട് എന്നെ ഒന്ന് ഉപദേശിച്ചാലും എന്ന് ആവശ്യപ്പെടും. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളൊക്കെ ഔസിന യാ റസൂലല്ലാഹ്, റസൂലേ ഞങ്ങളെ ഒന്ന് ഉപദേശിക്കണം എന്ന് പ്രവാചകരോട് ചോദിക്കാറുള്ളത്. പല സന്ദർഭങ്ങളും അവർ പ്രവാചകനോട് ഉപദേശങ്ങൾ ചോദിച്ചു വാങ്ങിയിരുന്നു. ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, സ്വല്ലാ ബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദാത്ത യൗമിൻ സ്വലാത്ത സുബ്ഹ്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളുടെ കൂടെ ഒരു ദിവസം സുബഹി നമസ്കരിച്ചു. എന്നിട്ട് പ്രവാചകൻ സുമ്മ അഖബല അലൈന, നമസ്കാരത്തിന് ശേഷം ഞങ്ങൾക്ക് നേരെ തിരിഞ്ഞു നിന്നു. എന്നിട്ട് ഫവഅലനാ മൗഇളതൻ ബലീഗതൻ വറഫത മിൻഹൽ ഉയൂൻ വവജ്ലത മിൻഹൽ ഖുലൂബ്, ഹൃദയം നടുങ്ങുന്ന, കണ്ണു നനയുന്ന അതിമനോഹരമായ ഒരു പ്രസംഗം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തി. അത് കേട്ടപ്പോൾ സഹാബികളൊക്കെ ചോദിച്ചു, റസൂലേ കഅന്ന ഹാദിഹി മൗഇളതു മുവദ്ദിഅ, റസൂലേ ഇതൊരു വിടവാങ്ങലുകാരന്റെ പ്രസംഗം പോലെയുണ്ടല്ലോ, അതുകൊണ്ട് ഫഔസിനാ, ഞങ്ങൾ ഉപദേശിക്കണമെന്നാണ്. ഏതു സന്ദർഭത്തിലും അവർക്ക് പ്രവാചകരോട് ചോദിക്കാനുണ്ടായിരുന്നത് അതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നൽകുന്ന ഉപദേശങ്ങളൊക്കെ അവർക്ക് പരലോകത്തേക്ക്, അഥവാ യഥാർത്ഥമായ ലോകത്ത് രക്ഷപ്പെടാനുള്ള മാർഗനിർദ്ദേശങ്ങളായിരിക്കുമെന്ന് അവർക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയാറുണ്ട്, ഒരു വ്യക്തി മറ്റൊരാൾക്ക് നൽകുന്ന ഏറ്റവും മഹത്തരമായ സമ്മാനം എന്ന് പറഞ്ഞാൽ, ഏറ്റവും വില കൂടിയ സമ്മാനം എന്ന് പറഞ്ഞാൽ അത് നല്ല ഉപദേശങ്ങളാണ്. അതുകൊണ്ട് ആ ഉപദേശങ്ങൾ നൽകുന്ന ആളുകൾക്ക് വലിയ ക്വാളിറ്റി ഉണ്ട്. അതേപോലെ തന്നെ ഒരാൾ നമ്മൾ ഉപദേശിച്ചാൽ ആ ഉപദേശം സ്വീകരിക്കുക എന്നുള്ളത് ഒരു വലിയ ക്വാളിറ്റിയാണ്. പക്ഷേ നമ്മുടെ നാടുകളിലൊക്കെ പലപ്പോഴും ആളുകളുടെയൊക്കെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ ഉപദേശം കേൾക്കുന്നത് തന്നെ ഒരു അരോചകമാണ്. ഉപദേശം കേൾക്കാൻ കൂട്ടാക്കാത്ത ഒരു യുവതലമുറയാണ് നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്നത്.
ആളുകളൊക്കെ ഉപദേശിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അതൊക്കെ തന്തവൈവാണെന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന അവസ്ഥയിലാണ് നമ്മുടെ കുട്ടികളുള്ളത്. ചെവി കൊടുക്കാൻ തയ്യാറാകുന്നില്ല. ഉപദേശിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ തുടങ്ങി എന്ന രൂപത്തിൽ അതിനോടൊരു വിരോധ മനോഭാവം കൊടുത്ത് തലതാഴ്ത്തി നിൽക്കുന്ന, അത് ഒരിക്കലും കേൾക്കാൻ കൂട്ടാക്കാത്തൊരു മനോഗതിയിലാണ് കുട്ടികളൊക്കെ അവരെ കേൾക്കുന്നത് തന്നെ. അതിനൊരുപാട് കാരണങ്ങൾ ഉണ്ടാകാം. അവർ വളർന്നു വന്ന സാഹചര്യങ്ങൾ, അതേപോലെ തന്നെ ഉപദേശിക്കുന്ന ഉപദേശത്തിന്റെ രീതിക്കും അതിനെ സ്വാധീനിക്കുന്നുണ്ട്. നമ്മൾ വെറും ഉപദേശം മാത്രം തന്റെ ജീവനത്തിലില്ലാത്ത രൂപത്തിൽ ആളുകൾ ഉപദേശിക്കാനും വേണ്ടി മാത്രം ചില ആളുകളുണ്ട്. നാട്ടിലൊക്കെ ഉപദേശികളൊക്കെ എന്നറിയപ്പെടുന്ന ചില ആളുകളൊക്കെ ഉണ്ടാകും. അവരെ പണി ആകെ ഉപദേശിക്കലാണ്. ഓരോ ജീവിതത്തിലൊന്നും ഉണ്ടാവില്ല. തന്റെ ജീവിതത്തിൽ ചെയ്യാത്ത, തന്റെ കുടുംബത്തിൽ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ആളുകളോട് അങ്ങനെ ഉപദേശിച്ച് നടക്കുന്ന ആളുകൾ ഉണ്ടാകും. അവരുടെ ഉപദേശങ്ങളെ സ്വാഭാവികമായും ആളുകൾ ചെവിക്കൊള്ളുകയില്ല. കാരണം അവന്റെ ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ്. അതേപോലെ തന്നെ ഉപദേശം മാത്രമായി നടക്കുന്ന അവസ്ഥയും ഉണ്ടാകുവാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതം കൊണ്ട് വരച്ചു കാണിച്ചിട്ടായിരുന്നു സഹാബികൾക്ക് ഉപദേശം നൽകിയത്. അങ്ങനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് ഉപദേശം നൽകിയിട്ടുണ്ട്. ആ രൂപത്തിൽ വളരെ പ്രധാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഉപദേശങ്ങൾ നമുക്ക് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ സാധാരണമായി കാണുവാൻ സാധ്യമാകും. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് നൽകിയ ഉപദേശങ്ങൾ ഇമാം അബൂദാവൂദ് ഉദ്ധരിച്ച 4990 ഹദീസിൽ നമുക്ക് കാണുവാൻ സാധ്യമാകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ ഉപദേശം വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബികൾ ഒക്കെ നിൽക്കുന്ന സദസ്സിനോടായിക്കൊണ്ട് പറഞ്ഞു, മയ്യഖുദു അന്നി ഹൗലാഇൽ കലിമാത്ത്, നിങ്ങളിൽ ആരാണ് എന്നിൽ നിന്നും ഈ വാചകങ്ങൾ സ്വീകരിക്കുക, ഫയഅമലു ബിഹിന്ന, എന്നിട്ട് അത് തന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുക, ഔ യുഅല്ലിമു മയ്യഅമലു ബിഹിന്ന, അതല്ലെങ്കിൽ പ്രവർത്തിക്കുമെന്ന് ഉറപ്പുള്ള ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം, അത് കേൾക്കാൻ തയ്യാറായ ആരുണ്ട്, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തയ്യാറായ ആരുണ്ട്, അത് മറ്റുള്ള ആളുകൾക്ക് പഠിപ്പിക്കാൻ തയ്യാറായ ആരുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, റസൂലേ ഞാനുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. അപ്പോൾ ഫഅഖദ ബിയദി ഫഉദ്ദ ഖംസൻ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ കൈ പിടിച്ച് 1, 2, 3, 4, 5 എന്നിങ്ങനെ കൈകളിലെ വിരലുകൾ കൊണ്ട് പ്രവാചകൻ എണ്ണാൻ തുടങ്ങി. അങ്ങനെ ഓരോ ഉപദേശവും കൈ വിരലിൽ എണ്ണിക്കൊണ്ട് പ്രവാചകൻ 5 ഉപദേശങ്ങൾ നൽകി. ആ 5 ഉപദേശങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ മാത്രം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ളതല്ല, അത് ലോകത്തുള്ള എല്ലാവർക്കും പ്രാവർത്തികമാക്കാനുള്ളതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നമുക്കത് പഠിപ്പിച്ചു നൽകിയത് നമ്മളെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടിയാണ്. സഹോദരന്മാരെ, ആ 5 ഉപദേശങ്ങൾ വളരെ വിലപ്പെട്ട ഉപദേശങ്ങളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഹുറൈറയുടെ കൈകൾ പിടിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായി എണ്ണി, ഇത്തഖിൽ മഹാരിം തകുൻ അഅബദൻ നാസ്, അബൂ ഹുറൈറ നീ ഹറാമുകളെ സൂക്ഷിക്കണം, എങ്കിൽ തകുൻ അഅബദൻ നാസ്, ജനങ്ങളിൽ ഏറ്റവും ആബിദായ, അള്ളാഹുവിനെ ആരാധിക്കുന്ന, അള്ളാഹുവിന്റെ വിശ്വസ്തനായ അടിമയായിക്കൊണ്ട് നിനക്ക് മാറാൻ കഴിയും. അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമയാകാൻ എന്താണ്, ഇബാദുർ റഹ്മാൻ ആകാൻ എന്താണ് ചെയ്യേണ്ടത്? ഇത്തഖിൽ മഹാരിം, ഹറാമുകളെ സൂക്ഷിക്കണം എന്നാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് ഹറാമുകളെ പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. ഹറാമായ കാര്യങ്ങൾ എല്ലാം നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. ഹറാമുകളുടെയും ഹലാലുകളുടെയും ഹറാമുകളുടെയും പിന്നെ വാജിബിന്റെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവദനീയമാക്കിയ, ചെയ്യണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച കാര്യങ്ങളെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് അത് നമ്മൾക്ക് സാധ്യമാകുന്ന രൂപത്തിൽ നമ്മൾ ചെയ്യാൻ പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യണമെന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ എല്ലാം ഒരാൾക്ക് ചെയ്യാൻ കഴിഞ്ഞു കൊള്ളണമെന്നില്ല. അത് കഴിയുന്നത്ര നമ്മൾ ചെയ്യണം. സുന്നത്ത് നമസ്കാരങ്ങൾ ചെയ്യാൻ പഠിപ്പിച്ച കാര്യമാണ്, അത് എല്ലാം ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല, സാധ്യമാകുന്ന അത്ര നമ്മൾ ചെയ്യണം. എന്നാൽ ഹറാം എന്ന് പറഞ്ഞാൽ അത് സാധ്യമാകുന്ന രൂപത്തിൽ ഒഴിവാക്കേണ്ട സാധനമല്ല, പരിപൂർണമായും ഒഴിവാക്കേണ്ട കാര്യമാണ്. ഹറാം എനിക്ക് കഴിയുമ്പോൾ ഞാൻ ഒഴിവാക്കാം എന്നില്ല, പരിപൂർണമായും ഒഴിവാക്കണം. പലിശ അത് ഹറാമാണ്, എനിക്ക് കഴിയുന്നത് പോലെ ഞാൻ മാറി നിൽക്കാം എന്നല്ല, പരിപൂർണമായും ഒഴിവാക്കണം. ലഹരി പദാർത്ഥങ്ങൾ അത് സാധ്യമാകുന്ന പോലെ ഞാൻ മാറ്റിവെക്കാം, എനിക്ക് അങ്ങനെ മൊത്തത്തിൽ ഒഴിവാക്കാൻ കഴിയില്ല എന്നല്ല, അത് പരിപൂർണമായും ഒഴിവാക്കണം. ഹറാമായ രൂപത്തിൽ വസ്ത്രധാരണം ഇസ്ലാം പഠിപ്പിച്ചു, അത് എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ കഴിയുള്ളൂ എന്നല്ല, ഹറാമായ രൂപത്തിൽ ധരിക്കാൻ പാടില്ല.
ഒരു വിഷയം ഹറാമാണെന്ന് പഠിപ്പിച്ചാൽ അത് പരിപൂർണമായി മാറ്റിവെക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അറാഫിന്റെ 33-ാമത്തെ വചനത്തിൽ ഹറാമുകൾ എന്തൊക്കെയെന്ന് പഠിപ്പിച്ചു. ഖുൽ, റസൂലേ പറയണം, ഇന്നമാ ഹറമ റബ്ബി, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ റബ്ബ് എനിക്ക് ഹറാമാക്കിയിരിക്കുന്നു അൽ ഫവാഹിഷ്, മ്ലേച്ഛതകൾ, വൃത്തികേടുകൾ, തോന്നിവാസങ്ങൾ, മാ ലഹറ മിൻഹാ വമാ ബതൻ, പ്രത്യക്ഷവും പരോക്ഷവുമായ മുഴുവൻ തോന്നിവാസങ്ങളും, വൃത്തികേടുകൾ, അശ്ലീലങ്ങൾ, അത് ചെയ്യുന്നതും കാണുന്നതും പ്രവർത്തിക്കുന്നതും, അത് ആളുകൾ കാണുന്ന രൂപത്തിലായാലും ശരി, ആരും കാണാത്ത രൂപത്തിലായാലും ശരി, അതെല്ലാം ഹറാമാക്കിയിട്ടുണ്ട്. വൽ ഇസ്മ, കുറ്റകൃത്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയിട്ടുണ്ട്. വൽ ബഗ്യ ബിഗൈരിൽ ഹഖ്, തന്റെ അവകാശം കൂടാതെ അന്യന്റെ മേലുണ്ടാകുന്ന കടന്നുകയറ്റങ്ങൾ, മറ്റുള്ള ആളുകളുടേത് പിടിച്ചു പറിക്കുന്ന, ആളുകൾ ഉപദ്രവിക്കുന്നത് അല്ലാഹു ഹറാമാക്കിയിട്ടുണ്ട്. വഅൻ തുശ്രികൂ ബില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി സുൽത്താനൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രമാണമിറക്കിയിട്ടില്ലാത്ത വിഷയങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കു ചേർക്കുന്നത്, ശിർക്കിനെ അല്ലാഹു ഹറാമാക്കിയിട്ടുണ്ട്. വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, ദീനിന്റെ വിഷയത്തിൽ, അല്ലാഹുവിന്റെ വിഷയത്തിൽ അറിവില്ലാതെ പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹറാമാക്കിയിട്ടുണ്ട്. ഈ ഹറാമുകളെല്ലാം നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. ഒന്നും നമ്മൾ ചെയ്യുവാൻ പാടില്ല. കാരണം ഹറാം എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ച ഒരു പരിധിയാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അലാ ഇന്ന ഹിമല്ലാഹി ഫീ അർളിഹി മഹാരിമുഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ ഒരടിമക്ക് വെച്ച അതിരാണ് ഹറാം എന്ന് പറഞ്ഞാൽ. ഒരടിമ, അത് നമ്മൾക്ക് പരമാവധി പോകാൻ പറ്റുന്ന അതിര്, അതിനപ്പുറത്തേക്ക് കടക്കാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല. ജീവിതം ഇങ്ങനെ നടന്ന് മുന്നോട്ട് പോകുമ്പോൾ ഒരു ഹറാം മുന്നിലേക്ക് വന്നാൽ നമുക്കുള്ള അതിരാണ്. അത് നമ്മൾ കടന്നു പോകുന്നുണ്ടോ അതല്ല അവിടെ നമ്മൾ നിൽക്കുന്നുണ്ടോ എന്നത്. ഒരു ഹറാമ് കാണാൻ, ചീത്ത കാഴ്ച നമ്മുടെ മുമ്പിലേക്ക് എത്തി, മൊബൈൽ ഫോൺ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ അനാവശ്യ മുമ്പിലേക്ക് എത്തി, അത് നമ്മൾ കാണുന്നുണ്ടോ ഇല്ലേ, അത് അള്ളാഹുവിന്റെ അതിരാണ്. നമ്മൾ കണ്ടാൽ ഹറാം നമ്മൾ ചെയ്തു, അതിന് പിൻവാങ്ങിയാൽ നമ്മൾ ആ ഹറാമിൽ നമ്മൾ സൂക്ഷിച്ചു. ആ രൂപത്തിൽ ഹറാമിൽ നിന്ന് പരിപൂർണമായും മാറി നിൽക്കാൻ സുഹൃത്തുക്കളെ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു പഠിപ്പിക്കുന്നത്. അങ്ങനെ ഹറാമിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകളെയാണ് അള്ളാഹുവിന്റെ വലിയകളെ അള്ളാഹു പഠിപ്പിച്ചു. അലാ ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, നിങ്ങൾ അറിയണം, അള്ളാഹുവിന്റെ വലിയകൾ, ഔലിയ എന്ന് പറഞ്ഞാൽ അവർ പേടിക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. അല്ലദീന ആമനു വകാനു യത്തഖൂൻ, അവർ ഹറാമിൽ നിന്നും പരിപൂർണമായും സൂക്ഷ്മത പാലിച്ചുകൊണ്ട് മാറി നിൽക്കുന്ന ആളുകളാണ്, അള്ളാഹു വിശ്വസിക്കുന്നവരാണ് എന്ന് പഠിപ്പിക്കുക. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അബൂ ഹുറൈറയോട് പറഞ്ഞ ഒന്നാമത് ഉപദേശം ഹറാം പരിപൂർണമായി ഒഴിവാക്കിയാൽ നല്ല അടിമയാകാമെന്നാണ്. രണ്ടാമത് പ്രവാചകൻ പറഞ്ഞു, വറല്ല ബിമാ ഖസമല്ലാഹു ലക് തകുൻ അഗ്നൻ നാസ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് പകുത്വം നൽകിയതിൽ നീ തൃപ്തിപ്പെടണം എങ്കിൽ തകുൻ അഗ്നൻ നാസ്, നിനക്ക് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സമ്പന്നനായി ഐശ്വര്യവാനായി ജീവിക്കാൻ കഴിയും. സുഹൃത്തുക്കളെ, ഇതൊരു വലിയ സത്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്താണോ നൽകിയത് അതിൽ തൃപ്തിപ്പെടാൻ കഴിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഒരുപാട് നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്, അത് നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങളെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും കഴിയാതിരിക്കുമ്പോഴാണ് നമ്മൾ പരാതികൾ പറയുന്നവരായി മാറുന്നത്. നമുക്ക് തൃപ്തി നഷ്ടപ്പെടുന്നത് അവിടെയാണ്. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൃപ്തി നേടാൻ വേണ്ടി ഒരു കാര്യം പഠിപ്പിച്ചു. ഉൻദുറു, നിങ്ങൾ നോക്കണേ, ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങൾക്ക് താഴെയുള്ളവരിലേക്ക് നോക്കണം. വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖകും, നിങ്ങളെക്കാൾ മുകളിലുള്ളവരിലേക്ക് നോക്കരുത്. വഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമതല്ലാഹി അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ വില കുറച്ച് കാണാതിരിക്കാൻ അതാണ് നല്ലത്. നമ്മളെക്കാൾ സമ്പത്ത് കുറഞ്ഞവരിലേക്ക് നോക്കുക, ഒരു സമാധാനം ഉണ്ടാവും. നമ്മളെക്കാൾ സമ്പത്ത് കൂടിയവരിലേക്ക് നോക്കിയാൽ ഉള്ള സമാധാനം നഷ്ടപ്പെടും. നമ്മളെക്കാൾ പഠനവും വിദ്യാഭ്യാസവും കുറഞ്ഞവരിലേക്ക് നോക്കുക, നന്നായി പഠിക്കുന്നവരെ നോക്കിയാൽ നമുക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാവുകയില്ല. നമ്മളെക്കാൾ സൗന്ദര്യം കുറഞ്ഞവരിലേക്ക്, നമ്മളെക്കാൾ ആരോഗ്യം കുറഞ്ഞവരിലേക്ക്, നമ്മളെക്കാൾ എല്ലാവിധ ആഡംബരങ്ങളും കുറഞ്ഞ ആളുകളിലേക്ക് നോക്കുമ്പോൾ അള്ളാഹു എനിക്ക് എത്രയോ നൽകിയിട്ടുണ്ട് എന്ന വലിയ സമാധാനം നമുക്കുണ്ടാകും. അതുകൊണ്ട് അതുണ്ടാക്കിയെടുക്കാൻ കഴിയും. സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പകുത്വം നൽകിയ കാര്യത്തിൽ നമ്മൾ തൃപ്തിപ്പെടുമ്പോൾ നമുക്ക് വലിയ സമ്പന്നത നമുക്കുണ്ടാകും. പ്രവാചകൻ പഠിപ്പിച്ചില്ലേ, ലൈസൽ ഗിന അൻ കസ്റത്തുൽ അർദ്, നിങ്ങൾക്ക് ഒരുപാട് വിഭവങ്ങളും സമ്പത്തും സൗകര്യങ്ങളും ഉണ്ടാവുക എന്നതല്ല ഐശ്വര്യം, സമ്പന്നത.
വലകിന്നൽ ഗിന നഫ്സ്, നിങ്ങളുടെ മനസ്സിന് തൃപ്തി കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഐശ്വര്യവും ഏറ്റവും വലിയ സമ്പന്നതയുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് സുഹൃത്തുക്കളെ, എന്താണോ നമുക്കുള്ളത് അതിൽ പരിപൂർണമായും തൃപ്തിപ്പെടാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മൾക്ക് വലിയ സമ്പന്നനാകാൻ കഴിയും. മൂന്നാമത് പ്രവാചകൻ പറഞ്ഞു, വഅഹ്സിൻ ഇലാ ജാരിക തകുൻ മുഅ്മിനൻ, നീ നിന്റെ അയൽവാസിക്ക് നന്മ ചെയ്യണം. തകുൻ മുഅ്മിനൻ, എങ്കിൽ നിനക്കൊരു വിശ്വാസിയാകാം. പ്രവാചകൻ ഓരോ കാര്യം പറയുമ്പോഴും ഒരു കാര്യം ചേർത്ത് പറയുന്നുണ്ട്. അയൽവാസിയോട് നന്നായാലേ നിനക്ക് മുഅ്മിനാകാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ അയൽവാസിയോട് നമ്മൾ നല്ല രൂപത്തിലല്ല എങ്കിൽ നമ്മൾ വിശ്വാസിയല്ല എന്നർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അയൽവാസിയോടുള്ള ബാധ്യതയും കടമയും എത്രത്തോളം ഉണ്ട് എന്ന് ഒരൊറ്റ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിച്ചു. പ്രവാചകന് പറഞ്ഞു, മാസാല ജിബ്രീലു യൂസീനി ബിൽ ജാർ, ജിബ്രീലിന്റെ അടുക്കൽ വന്നുകൊണ്ട് അയൽവാസിയോട് ഞാൻ ചെയ്യാനുള്ള എനിക്കുള്ള ബാധ്യതകളെ കുറിച്ച് വസിയത്ത് ഉപദേശങ്ങൾ നൽകിക്കൊണ്ടേയിരുന്നു. ഹത്താ ലരന്തു അന്നഹു സയുവദ്ദിസുഹു, ഞാൻ സമ്പത്തെന്ന് ഓനിക്ക് കൊടുക്കേണ്ടി വരുമോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി ഉപദേശത്തിന്റെ ആധിക്യം കേട്ടപ്പോൾ എന്നാണ്. സുഹൃത്തുക്കളെ, ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അയൽവാസിയുടെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നും പ്രവാചകൻ എടുത്തു പറഞ്ഞിട്ടില്ല. നമ്മുടെ അയൽവാസിയെ അത് നമ്മൾക്ക് ഏറ്റവും അടുത്തുള്ളവരാണ്. അവനെ ഒരു നിലക്കും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് അയൽവാസിക്ക് ഒരു നിലക്കും പ്രയാസം ഉണ്ടാക്കാൻ പാടില്ല. നിന്റെ പറമ്പിലൂടെയാണ് അവന്റെ വീട്ടിലേക്ക് പോകാനുള്ള വഴിയെങ്കിൽ ആ വഴി നീ തടഞ്ഞു വെക്കാൻ പാടില്ല. അത് തടഞ്ഞാൽ അവനോടുള്ള പ്രയാസപ്പെടുത്തലാണ്. നിന്റെ വീട്ടിൽ നീ ഉയർത്തിക്കെട്ടിയ മതിൽ നിന്റെ അയൽവാസിയുടെ വീട്ടിലേക്ക് പോകുന്ന കാറ്റിന്, അവന് കിട്ടുന്ന ശുദ്ധവായുവിന് അത് തടസ്സമാകുന്നുണ്ടെങ്കിൽ നിന്റെ വീടിന്റെ മതിൽ പൊളിക്കണം എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. കാരണം അത് അയൽവാസിയെ ബുദ്ധിമുട്ടിക്കലാണ്. ഒരിക്കലും പ്രയാസപ്പെടുത്താൻ പാടില്ല. വീട്ടിലുള്ള വേസ്റ്റ് അയൽവാസിയുടെ മതിലിന്റെ അപ്പുറത്തേക്ക് ഇടുക. നമുക്ക് രക്ഷ ഉണ്ടാകണം, അത് ആളറിയരുത് എന്ന രൂപത്തിൽ അവനെ പ്രയാസപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടാകുവാൻ പാടില്ല. ഒരു നിലക്കും സുഹൃത്തുക്കളെ അയൽവാസിയെ പ്രയാസപ്പെടുത്താൻ പാടില്ല. പ്രവാചകൻ പറഞ്ഞത്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ ഫൽയുക്രിം ജാറഹു, അവന്റെ അയൽവാസിയെ അവൻ ആദരിച്ചു കൊള്ളട്ടെ. എല്ലാ നിലക്കുമുള്ള ആദരവും ബഹുമാനവും തന്റെ അയൽവാസിക്ക് നൽകണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. തന്റെ വീട് വിൽക്കുന്നുണ്ടെങ്കിൽ, തന്റെ സ്ഥലം വിൽക്കുന്നുണ്ടെങ്കിൽ തന്റെ അയൽവാസിയോട് നമ്മൾ ആദ്യം ചോദിക്കേണ്ടത്, ഞാനിത് വിൽക്കുന്നുണ്ട്, തനിക്ക് വേണോ എന്ന്. അവൻ വേണ്ട എന്ന് പറഞ്ഞാലേ വേറെ ആളിലേക്ക് കച്ചവടത്തിന് പോകാൻ പാടുള്ളൂ എന്ന് വരെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. കാരണം നമ്മൾ കച്ചവടം നടത്തി വന്ന ആൾ ഈ അയൽവാസിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമോ എന്ന് നമുക്കറിയില്ലല്ലോ. അത്ര പേരെ പണ്ഡിതന്മാർ അക്കാര്യം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ ആവശ്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാലാമതായി പ്രവാചകൻ പറഞ്ഞു, നിനക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നീ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടണം, എങ്കിൽ തക്കുൻ മുസ്ലിമൻ, നിനക്കൊരു മുസ്ലിം ആകാൻ കഴിയുമെന്നാണ്. സുഹൃത്തുക്കളെ, ആളുകളോട് ഇഷ്ടമുണ്ടാവുക എന്നത് മാത്രമല്ല, ആളുകൾക്ക് ഇഷ്ടമുള്ളത് മാത്രം ചെയ്യുക എന്നുള്ളത് നമ്മുടെ മേലുള്ള ബാധ്യതയാണ്. എന്താണ് ആളുകൾക്ക് ഇഷ്ടമുള്ളത്? എനിക്ക് പ്രയാസമുണ്ടാകുന്നതൊക്കെ ഞാൻ അവർക്ക് ചെയ്താൽ അവർക്കും പ്രയാസമുണ്ടാകും എന്ന തിരിച്ചറിവാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. എനിക്കൊരാൾ ഇങ്ങോട്ട് ചെയ്ത് ഇഷ്ടമുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് ചെയ്താൽ അവർക്കും ഇഷ്ടമുണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈമാനിലേക്ക് ചേർത്തുകൊണ്ട് ഈ കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി, തനിക്കിഷ്ടമുള്ളത് തന്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിൽ ഒരാളുടെയും വിശ്വാസം പരിപൂർണമാകില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. സുഹൃത്തുക്കളെ, തന്റെ സഹോദരൻ, തന്റെ സഹോദരി, ഒരു മുസ്ലിം സഹോദരി, മുസ്ലിം സഹോദരൻ അവനെ ബുദ്ധിമുട്ടിക്കുന്നതിന് ഒരു പ്രയാസപ്പെടുന്ന അവസ്ഥ ഒരിക്കലും നമുക്കുണ്ടാകുവാൻ പാടില്ല. അവനെപ്പോഴും ഉപകാരം ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മുടെ പെരുമാറ്റമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. എനിക്കിഷ്ടമില്ലാത്ത ഒരു പാർട്ടിക്കാരൻ, എനിക്കിഷ്ടമില്ലാത്ത ഒരു സംഘടനക്കാരൻ, എനിക്കിഷ്ടമില്ലാത്ത ഒരു രൂപത്തിൽ നടക്കുന്ന വ്യക്തി, അവനെ ഞാൻ നന്നായി പ്രയാസപ്പെടുത്തുക എന്നല്ല. ഒരാളെയും നമ്മൾ ബുദ്ധിമുട്ടിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ആളുകൾക്ക് എളുപ്പമുണ്ടാക്കാൻ യസ്സിറു വലാ തുഅസ്സിറു, നിങ്ങൾ എളുപ്പമുണ്ടാക്കണം, ഒരാളെയും നിങ്ങൾ പ്രയാസപ്പെടുത്തരുത്. ബശ്ശിറു വലാ തുനഫിറു, നിങ്ങൾ ആളുകൾക്ക് സന്തോഷമുണ്ടാക്കണം, ഒരിക്കലും ആളുകളെ വെറുപ്പിക്കരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അഞ്ചാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ കൊടുത്ത ഉപദേശം, വലാ തുക്സിറുൽ ലഹിക്, അബൂ ഹുറൈറ നീ ചിരി അധികരിപ്പിക്കരുത്, നീ ചിരി അധികരിപ്പിക്കരുത്. ഫഇന്ന കസ്റത്തുൽ ലഹിക് തുമീതുൽ ഖൽബ്, കാരണം ചിരി അധികരിച്ചാൽ നിന്റെ ഹൃദയം അത് മരിച്ചു പോകുമെന്ന്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന. സുഹൃത്തുക്കളെ, നമ്മളുടെ ചിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇന്ന് ചില ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന ചില ആളുകളുണ്ട്. ഫോണുകളിൽ കോമഡികൾ കണ്ടുകൊണ്ടിരിക്കുന്ന, നന്നായി ചിരിക്കണം, ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയുന്ന അവസ്ഥയൊക്കെയാണ് ഇപ്പോൾ ആളുകൾക്കുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാര്യത്തെ അതിഗൗരവമായി കൊണ്ട് പ്രവാചകൻ ഉണർത്തിയിട്ടുണ്ട്. വൈലുൻ ലില്ലദീ യുഹദ്ദിസു ഫയക്ദിബു ലിയുദ്ഹിക ബിഹി അൽഖൗം. ആളുകൾ ചിരിക്കാൻ വേണ്ടി കളവുകൾ പറയുന്ന ആളുകൾക്ക് നാശം എന്ന് പ്രവാചകൻ പറഞ്ഞു. വൈലുല്ലഹു, അവൻ നശിക്കട്ടെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവർത്തിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ജനങ്ങളെ ചിരിപ്പിക്കുക എന്നതല്ല നമ്മുടെ ലക്ഷ്യം, മറിച്ച് ജനങ്ങളെ പരലോകത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന അവസ്ഥാവിശേഷമാണ് നമുക്കുണ്ടാകേണ്ടത്. എപ്പോഴും ചിരിച്ചുകൊണ്ടേയിരിക്കുന്ന ആളുകൾക്ക്, അതല്ലെങ്കിൽ വെറുതെ പൊട്ടിച്ചിരിക്കുന്ന ചിരി മാത്രമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയം മരിക്കും. നല്ല ഉപദേശങ്ങൾ അവന്റെ മനസ്സിലേക്ക് കയറുകയില്ല. ആളുകളെ കുറിച്ച് പ്രയാസപ്പെടുന്നവനെ കണ്ടാൽ പോലും ചിരിക്കുന്ന ആളുകളുണ്ട്. ഒരു മനുഷ്യൻ ഒരു വാഹനത്തിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ, തന്റെ മുമ്പിൽ ഒരാൾക്ക് അപകടം പിണങ്ങുന്നത് കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അവനെ സഹായിക്കുന്നതിനപ്പുറത്ത് ആ വീഴുന്നത് കണ്ട് പൊട്ടിച്ചിരിക്കുന്ന രീതിയാണ് നമ്മൾ ആളുകൾക്കുള്ളത്. അവനെ കളിയാക്കി ചിരിക്കുന്ന, പിന്നെ അവൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് എന്നറിയുമ്പോഴാണ് നമ്മൾ സഹായിക്കാൻ വേണ്ടി കൈകൾ നീട്ടുന്നത്. അങ്ങനെയല്ല സുഹൃത്തുക്കളെ, ഒരാളും പ്രയാസപ്പെടുന്നത് ചിരിക്കുന്ന അവസ്ഥയല്ല നമുക്ക് ഉണ്ടാകേണ്ടത്, മറിച്ച് ആളുകളുടെ പ്രയാസങ്ങളിൽ അവരോട് സിമ്പതി ഉണ്ടാകുന്ന, അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയുന്ന രൂപത്തിലായിരിക്കണം നമ്മൾ ഉണ്ടായിരിക്കേണ്ടത്. അതുകൊണ്ട് ഈ 5 ഉപദേശങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഉപദേശങ്ങൾ സുഹൃത്തുക്കളെ നമ്മൾ ജീവിതത്തിൽ മാറോട് ചേർക്കേണ്ടതുണ്ട്. ഒന്നാമതായി പ്രവാചകൻ പഠിപ്പിച്ചത് ഹറാമുകളിൽ നിന്ന് മാറി നിന്നാൽ നമുക്ക് നല്ല ഒരു ആബിദായി, അടിമയായി മാറുവാൻ കഴിയും. രണ്ടാമതായി അള്ളാഹു നമുക്ക് നൽകിയ കാര്യത്തിൽ പരിപൂർണമായും തൃപ്തിപ്പെട്ടാൽ നമുക്ക് വലിയ സമ്പന്നനായിക്കൊണ്ട് ജീവിക്കുവാൻ സാധ്യമാകും. മൂന്നാമതായി അയൽവാസിയോട് നന്മ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു നല്ല വിശ്വാസിയാകാൻ കഴിയും. നാലാമതായി ജനങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, സ്വന്തത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ സന്നദ്ധമായാൽ നമുക്കൊരു യഥാർത്ഥ മുസ്ലിം ആകാൻ കഴിയും. അഞ്ചാമതായി നമ്മൾ ചിരിയെ അധികരിപ്പിക്കാതെ നമ്മൾ ജീവിക്കേണ്ടതുണ്ട്. എങ്കിൽ നമ്മുടെ ഹൃദയം മരിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. പ്രവാചകൻ പറഞ്ഞത് ലൗ തഅലമൂന മാ അഅലം ലളഹിതും ഖലീലൻ വലബകൈതും കസീറൻ. ഞാൻ അറിയുന്നത് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ വളരെ കുറച്ച് ചിരിക്കുകയും കൂടുതൽ കരയുകയും ചെയ്യുമായിരുന്നു എന്ന് പ്രവാചകൻ പറഞ്ഞു. അക്സിറു ദിക്ർ ഹാദിമിൽ ലദ്ദാത്ത്. നിങ്ങളുടെ എല്ലാ സൗകര്യങ്ങളെയും ആർഭാടങ്ങളെയും എല്ലാവിധ അടിച്ചുപൊളിയെയും ഇല്ലാതാക്കി കളയുന്ന മരണത്തെ നിങ്ങൾ ധാരാളമായി ഓർക്കണം. അപ്പോൾ നമുക്ക് ജീവിതം അർത്ഥവത്തായ രൂപത്തിൽ ജീവിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ഉപദേശങ്ങളെ മാറോടണച്ചുകൊണ്ട് അതിനെ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടണേ എന്ന് ഒരിക്കൽ കൂടി ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരന്മാരെയും സഹോദരിമാരെയും, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇസ്ലാം പരിപൂർണമാണ് എന്നുള്ളതാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന 5-ാം അധ്യായം സൂറത്തുൽ മാഇദയുടെ 3-ാമത്തെ വചനത്തിലൂടെ ഈ ദീനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമാക്കി തന്നിട്ടുണ്ട്. അതിലേക്കൊന്നും കൂട്ടിച്ചേർക്കാനോ ഒന്നും കുറക്കാനോ ഇല്ല എന്നുള്ളതാണ് ഈ ദീനിന്റെ പ്രത്യേകത. ഒന്നും കൂട്ടാനും കുറക്കാനും ഇല്ലാത്ത രൂപത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് കൃത്യമായി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷക്കാലം നമുക്ക് വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. എങ്ങനെ ഉറങ്ങണം, എങ്ങനെ ഉറങ്ങി എഴുന്നേൽക്കണം, എങ്ങനെ ഭക്ഷണം കഴിക്കണം, ഭക്ഷണം കഴിച്ചാൽ എന്തു ചെയ്യണം, എങ്ങനെ വസ്ത്രം ധരിക്കണം, ഏതൊക്കെ വസ്ത്രം ധരിക്കണം, ടോയ്ലറ്റിലേക്ക് എങ്ങനെ പ്രവേശിക്കണം, എങ്ങനെ പുറത്തിറങ്ങണം, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ എങ്ങനെ ചെയ്യണം എന്നിങ്ങനെ തുടങ്ങിയിട്ട് വളരെ മൈന്യൂട്ടായ വളരെ ചെറിയ കാര്യങ്ങൾ പോലും കൃത്യമായി ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഇസ്ലാമിലെ ഇബാദത്തുകളും മുആമലാത്തുകളും ആരാധനകളും ആഘോഷങ്ങളും എല്ലാം ഏത് രൂപത്തിലായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം 2 ആഘോഷങ്ങളാണ് വിശ്വാസിക്ക് മതവുമായി ബന്ധപ്പെട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് വന്നപ്പോൾ അവിടെ ചില ആളുകൾ ചില ദിവസങ്ങളിൽ ആഘോഷം നടത്തുന്നത് കണ്ടു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഇതിനേക്കാൾ ഉത്തമമായ 2 ആഘോഷ ദിനങ്ങൾ നൽകിയിട്ടുണ്ട്. ഒന്ന് ഈദുൽ ഫിത്റും മറ്റൊന്ന് ഈദുൽ അദ്ഹയുമാണ്. അതല്ലാത്ത ഒരു ആഘോഷം ഒരു വിശ്വാസിക്കില്ല.
അതുകൊണ്ട് സുഹൃത്തുക്കൾ, നമ്മൾ ഇതിനപ്പുറത്തുള്ള ഒരു ആഘോഷവും ആഘോഷിക്കുന്ന ദിവസം മുസ്ലിമിൽ ഉണ്ടാകുവാൻ പാടില്ല. എന്തുകൊണ്ട് നമ്മൾ നബിദിനം ആഘോഷിക്കുന്നില്ല? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടമില്ലാത്തത് കൊണ്ടോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസത്തിൽ ജനിച്ച വിഷയത്തിൽ നമുക്ക് സന്തോഷമില്ലാത്തത് കൊണ്ടോ അല്ല. അങ്ങനെ ഒരു ആഘോഷം ആഘോഷിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. വിശ്വാസത്തിന്റെ ഭാഗമായി കൊണ്ട് മറ്റെന്തെങ്കിലും ഒരു ആഘോഷം ചെയ്യുവാൻ, മറ്റു മതസ്ഥർ ആഘോഷിക്കുന്ന ആഘോഷങ്ങളിൽ അവരുടെ കൂടെ നമ്മൾ പങ്കാളുവാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നമ്മൾ ഒരിക്കലും ഇടപെടുവാൻ പാടില്ല. ഇതര മതങ്ങളുടെ ആഘോഷ ദിവസങ്ങൾ വരുമ്പോൾ അത്തരം ആഘോഷങ്ങളിൽ അവരെക്കാൾ കൂടുതൽ അതിലേക്ക് ഇടപഴകുന്ന, അത് ചെയ്യുന്ന ആളുകളായിക്കൊണ്ട് ആധുനിക മുസ്ലിം സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. തന്റെ തൊഴിലിടങ്ങളിൽ, താൻ പഠിക്കുന്ന സ്കൂളിൽ, സ്ഥാപനത്തിൽ, മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ അവർ ആഘോഷിക്കുന്നത് പോലെ അതിന്റെ ആഘോഷത്തിന്റെ കാരണം എന്താണ് എന്നോ അതെന്തിനാഘോഷിക്കുന്നോ എന്ന് പോലും തിരിച്ചറിയാത്ത രൂപത്തിൽ അതുമായി കൊണ്ട് ഇടപെടുന്ന ആളുകളെ കാണാൻ സാധ്യമാകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം പ്രവാചകന് പഠിപ്പിച്ചു തന്നിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മകനുണ്ട് എന്ന് വാദിക്കുന്ന വാദമുഖങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അതെ ഞാനും നിങ്ങളെ പരം അത് ആഘോഷിക്കാനുണ്ട് എന്ന് ഒരു വിശ്വാസിക്ക് എങ്ങനെയാണ് പറയാൻ സാധ്യമാകുന്നത്? അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിക്കുന്ന, നിഷേധിക്കുന്ന, അള്ളാഹുവിന് തുല്യനായിക്കൊണ്ട് മറ്റു ആരാധനമാരെ വെച്ച് നിൽക്കുന്ന അത്തരം ആഘോഷങ്ങളിൽ ഒരു വിശ്വാസിക്ക് എങ്ങനെയാണ് പങ്കാളിയാകുവാൻ കഴിയുക? അതുകൊണ്ട് സുഹൃത്തുക്കളെ, അത്തരം ആഘോഷങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ നമ്മൾ വിശ്വാസികളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത്തരം കാര്യങ്ങൾ നമ്മൾ മാറി നിൽക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അതല്ലാതെ ഒരു ലിബറൽ മുസ്ലിം ആകുവാനും വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ജനങ്ങളുടെ കൂടെ കൂടിക്കഴിയുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഇതൊക്കെ മാറി നിന്നാൽ നമ്മളൊക്കെ ഒരു മാറ്റി നിർത്തപ്പെടൂലേ, നമ്മളൊക്കെ ഇങ്ങനെ ഒരു അപരവൽക്കരിക്കപ്പെടൂലേ, ഇതൊക്കെ ഒരു മതസൗഹാർദ്ദത്തിന്റെ ഭാഗമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്ക് ഇഴകിച്ചേരുവാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് എല്ലാ മതത്തിലുള്ള ആളുകളെയും അവരുടെ കാര്യങ്ങളിൽ നമ്മൾ കൂടിച്ചേരണമെന്ന് പ്രവാചകനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു അമുസ്ലിം സഹോദരൻ, ഒരു ക്രൈസ്തവരോ ഹിന്ദുവോ ഒക്കെയായ മനുഷ്യൻ, അവന് പ്രയാസം വന്നാൽ, സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാൽ സഹായിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അസുഖം വന്നാൽ അവൻ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അവന്റെ വീട്ടിലൊരു ആഘോഷം, കല്യാണം വന്നാൽ പോയി പങ്കെടുക്കുവാൻ, ഭക്ഷണം കഴിക്കുവാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അവനെ വിരുന്ന് വിളിക്കുവാൻ, അവൻ രോഗിയായി സന്ദർശിക്കുവാൻ ഒക്കെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെയാണ് അവരോട് നമ്മൾ സൗഹാർദ്ദം കാണിക്കുക എന്ന് പറഞ്ഞു. അതല്ലാതെ അവന്റെ ആഘോഷം നമ്മൾ ആഘോഷിക്കുക, നമ്മുടെ ആഘോഷം അവരും ആഘോഷിക്കുക, എന്റെ വിശ്വാസം കുറച്ച് അവനും ചെയ്യുക, അവന്റെ കുറച്ച് ഞാനും ചെയ്യുക എന്നിങ്ങനെ വിശ്വാസം കൂട്ടിക്കലർത്തിക്കൊണ്ടുള്ള ഒരു സൗഹാർദ്ദം ഒരിക്കലും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ് സുഹൃത്തുക്കളെ. അത്തരം കാര്യങ്ങൾ നമ്മുടെ സ്കൂളുകളിൽ വരുമ്പോൾ, നമ്മുടെ സ്ഥാപനങ്ങളിൽ വരുമ്പോൾ, നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ വരുമ്പോൾ അതിൽ നിന്നും നമ്മൾ പരിപൂർണമായി കൊണ്ട് നമ്മുടെ വിശ്വാസം പറഞ്ഞുകൊണ്ട് മുഖവിലകൾ എടുത്തുകൊണ്ട് മാറി നിൽക്കുവാൻ നമ്മൾ ഒരിക്കലും മടി കാണിക്കുവാൻ പാടില്ല എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ് സുഹൃത്തുക്കൾ. നമ്മൾ ഒരു കേവലം ഒരു സന്തോഷത്തിന് പുറത്ത് നമ്മൾ കൂടിക്കൊടുക്കുമ്പോൾ അതുവഴി നഷ്ടപ്പെടുന്നത് നമ്മുടെ വിശ്വാസമാണ്, പരലോകമാണ് എന്ന തിരിച്ചറിവാണ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി കൊണ്ട് പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കാനും നമ്മുടെ തൗഫീഖ് നമ്മൾക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.